സി പി എമ്മാർ വെട്ടിക്കളഞ്ഞതാണെന്ന് വിചാരിക്കുക. സി പി എമ്മാർ വെട്ടിക്കളയെന്ന് വെച്ചാൽ നോക്കൂ, താഴെത്തട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ പരമാവധി ചേർപ്പിക്കുക, എതിരാകാൻ സാധ്യതയുള്ള വോട്ടുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. എൻ്റെ നാട്ടിലെ സി പി എമ്മാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കലാപരിപാടിയാണ്. ഈ ആരെങ്കിലും ഗൾഫിലേക്ക് വണ്ടി കയറിയ ഉടനെ ഇവർ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ഇത് വോട്ടർ പട്ടികയിൽ ഇപ്പോൾ അത് നടക്കില്ല. ഈ പ്രവാസി ഇത് വന്നതിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വോട്ട് അങ്ങനെ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയം. ഞാൻ വെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയല്ല, മേയർ സ്ഥാനാർത്ഥിയാകാൻ നിൽക്കുന്ന പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ, ബാക്കിയെല്ലാം വിട്ടേക്കൂ, തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇത് വളരെ വളരെ പ്രധാനമാണല്ലോ. അതിന് ഈ പാർട്ടി പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിപ്പം അജിംസ് കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ ഇത് പറയുന്നു. കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ പ്രശ്നമല്ല, ഇത് അടിസ്ഥാനപരമായി ഇലക്ഷൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് എല്ലായിടത്തുമുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ ഓഫ് കോഴ്സ് SIR ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടികൾ അതൊക്കെ ഘടകമായിരിക്കെ തന്നെ ഇവർ അടിത്തട്ടിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ BJP ദേശീയ തലത്തിൽ തന്നെ അവർ നിശ്ചയിച്ച് അവരൊരു ക്രമീകരണമുണ്ട്. പന്ന പ്രമുഖ് എന്ന് പറഞ്ഞിട്ട്. പന്ന പ്രമുഖ് എന്ന് പറഞ്ഞ ആൾ പന്നയല്ല കേട്ടോ. പന്ന എന്ന് പറഞ്ഞ ഒരു പേജാണ്. ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ ഓരോ പേജിനും ഒരു ഉത്തരവാദി. അതാണ് പന്ന പ്രമുഖ് എന്ന് പറയുന്നത്. അത് അമിത്ഷാ കൊണ്ടുവന്ന സെറ്റപ്പാണ്. എന്തിനാണ് ചെയ്യുന്നത്? ഈ ഒരു പന്ന പ്രമുഖ് അയാളുടെ കയ്യിലുള്ള പേജിലുള്ള ഓരോ വോട്ടറെയും ബൈ ഹാർട്ടാക്കിയിരിക്കണം. അയാൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, അയാളുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്താണ്, അവനെ പിടിക്കാൻ എന്താണ് വഴി, അല്ലെങ്കിൽ അവനെ ഒഴിവാക്കാൻ എന്താണ് വഴി. ഇതൊക്കെയാണ് പന്ന പ്രമുഖിൻ്റെ പ്രമുഖ ചിന്താവിഷയം എന്ന് പറയുന്നത്.